നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഒബ്ജക്റ്റുകൾ എങ്ങനെയാണ് പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം പാരാമീറ്റേഴ്സ് നമ്മൾ ഫങ്ഷൻസിൻ്റെ അകത്താണ് നമ്മൾ പാസ് ചെയ്യുക അല്ലേ, അതുപോലെ എങ്ങനെ റിട്ടേൺ ചെയ്യുക, അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ, നമ്മുടെ കയ്യിൽ ഒരു ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ഉണ്ട് അല്ലേ. എങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ഓ ഈസ് ഈക്വൽ ടു സാമ്പിൾ, ഓ ഈസ് ഈക്വൽ ടു ന്യൂ സാമ്പിൾ. ഓക്കെ, ഇനി നമുക്ക് ഇത് ഒരു ഫംഗ്ഷൻ്റെ അകത്തേക്ക് പാസ് ചെയ്യണം. ആരെ പാസ് ചെയ്യണം? ഈ ഒരു ഒബ്ജക്റ്റിനെ പാസ് ചെയ്യണം അല്ലേ. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഫംഗ്ഷൻ എഴുതാണ് പബ്ലിക് ഓക്കെ ഡിസ്പ്ലേ എന്നുള്ള ഫംഗ്ഷൻ തന്നെ, പബ്ലിക് ഡിസ്പ്ലേ. അത് റിട്ടേൺ ടൈപ്പ് വോയിഡ് ആണ്. ഈ ഡിസ്പ്ലേൻ്റെ അകത്ത് നമ്മൾ പാസ് ചെയ്യുന്നത് ഈ ഒബ്ജക്റ്റിനെ പാസ് ചെയ്യണം അല്ലേ. നമ്മൾ ഓ ഡോട്ട് ഡിസ്പ്ലേ. ഓക്കെ, ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ പാസ് ചെയ്യുമ്പോൾ ഒന്നറിയാണ് ഓ എന്നുള്ള ഒബ്ജക്റ്റിനാണ്. അപ്പം ഈ ഒബ്ജക്റ്റിന് നമ്മളിവിടെ എന്തോ പാസ് ചെയ്യുന്നുണ്ടല്ലേ, അതിന് ടൈപ്പ് എന്താണ്? ഇൻറ്റീജർ ആണോ? ഇൻറ്റ് ഒബ്ജക്റ്റ് ആണോ? അല്ല, പിന്നെന്താണ് ഇതിൻ്റെ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാമ്പിൾ തന്നെയാണ് അല്ലേ. ഈ ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ആണല്ലോ, അപ്പോൾ നമ്മൾ അതുകൊണ്ടല്ലേ ഇവിടെ അങ്ങനെ കൊടുത്തത്, ഇൻഡെക്സ് എന്ന് കൊടുക്കുന്ന പോലെ സാമ്പിൾ ഓ എന്ന് കൊടുത്തത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ടൈപ്പ് എന്താണ്? സാമ്പിൾ ആണ് അല്ലേ. അതായത് സാമ്പിൾ എന്നുള്ള ക്ലാസ് തന്നെയാണ് ഇതിൻ്റെ ടൈപ്പ്. അപ്പോൾ അതിന് ഇൻപുട്ട് ആയിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ ഇതാണ് ഇത്രയേ ഉള്ളൂ അതിൽ കാര്യം. ഓക്കെ, ഇനി അതിൻ്റെ അകത്തുള്ള വാല്യൂസ് നമുക്ക് എടുക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? obj ഡോട്ട് വൈ ഈക്വൽ ടു 90 എന്ന് കൊടുത്തു. ഓക്കെ, obj ഡോട്ട് വൈ ഈക്വൽ ടു 90. അതായത് ഈ ക്ലാസിൻ്റെ ഒബ്ജക്റ്റിനെ നമ്മൾ എന്ത് ചെയ്തു? പാസ് ചെയ്തു അല്ലേ, ഒരു ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്തു. അപ്പോൾ പാസ് ചെയ്തപ്പോൾ എന്താണ് പാസ് ചെയ്തത്? അതിൻ്റെ ടൈപ്പ് ഇവിടെ കൊടുത്ത് നമ്മൾ എന്താണ്? ക്ലാസിൻ്റെ പേരാണ്. ഇനി അതുപോലെ നമുക്ക് ഇതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ എടുത്തിട്ട് തിരിച്ച് റിട്ടേൺ ചെയ്യണമെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആരെ റിട്ടേൺ ചെയ്യണത്? റിട്ടേൺ ഓ അല്ല, റിട്ടേൺ obj ഒബ്ജക്റ്റിനെ തന്നെയാണ് നമ്മൾ റിട്ടേൺ ചെയ്യണത് അല്ലേ, സാധാരണ ഇൻറ്റീജർ റിട്ടേൺ ചെയ്യുന്ന പോലെ. അപ്പോൾ റിട്ടേൺ ചെയ്യുമ്പോൾ നമ്മൾ ടൈപ്പ് മാറ്റി കൊടുക്കണം അല്ലേ. അപ്പോൾ ഇതിൻ്റെ ടൈപ്പ് എന്തായിരിക്കും? സാമ്പിൾ തന്നെയായിരിക്കും. സാമ്പിൾ തന്നെയാണ്, കാരണം ഈ ക്ലാസിൻ്റെ ഒബ്ജക്റ്റിനെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ ഫൈൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഫംഗ്ഷൻ്റെ അകത്തേക്ക് പാരാമീറ്റർ ആയിട്ട് ഒരു ക്ലാസിൻ്റെ ഒബ്ജക്റ്റിനെ പാസ് ചെയ്യാം, തിരിച്ചെടുക്കാം. ഇനി വേറൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. വേറൊരു ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് നമുക്ക് നോക്കാം. സേ പബ്ലിക് വോയിഡ് ഡിസ്പ്ലേ കാർ. ഓക്കെ, ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് നമ്മുടെ കാർ എന്നുള്ള ഒബ്ജക്റ്റിനെയാണ്. ഓക്കെ, കാർ എന്ന് പറയുന്നത് നേരത്തെ ഇവിടെ മുന്നേ ഉണ്ടാക്കിയിരുന്ന കാർ എന്നുള്ള ഒരു ക്ലാസ് ഉണ്ടല്ലോ. ഓക്കെ, ഈ ക്ലാസ് ഇതിനെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ റിട്ടേൺ ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്? റിട്ടേൺ ഈ ഒബ്ജക്റ്റ് obj. ഓക്കെ, ഇവിടെയും നമ്മളെന്താണ് കൊടുക്കുക? കാർ എന്നാണ് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ വേണ്ട മാറ്റങ്ങളൊക്കെ ചെയ്യാം. നമുക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റും obj ഡോട്ട് എടുത്ത് നമുക്ക് കാണാൻ പറ്റും ഓണർ, രജിസ്റ്റർ, കളറൊക്കെ നമുക്ക് ഇവിടെ മാറ്റാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഓണർ ഈസ് ഈക്വൽ ടു സം വാല്യൂ. ഓക്കെ, സം വാല്യൂ കൊടുക്കാം. അതുപോലെ obj ഡോട്ട് നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റാർട്ട് കാർ, സ്റ്റോപ്പ് കാർ ഒക്കെ എന്ത് ചെയ്യാം? കൊടുക്കാം. ഓക്കെ, വെൽക്കം, റെഡി. ഒരു ഫംഗ്ഷൻ്റെ അകത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ ഏത് ക്ലാസിൻ്റെയും ഒബ്ജക്റ്റിനെ നമുക്ക് കൊടുക്കാം, നമുക്ക് വേണ്ട മാറ്റങ്ങൾ വരുത്താം, തിരിച്ച് റിട്ടേൺ ചെയ്യാം. ഇതിനെ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? നമ്മുടെ ഓ ഡോട്ട് അല്ലേ, ഓ ഡോട്ട് എന്ത് ചെയ്യണം? ഡിസ്പ്ലേ കാർ എന്നാണ് ഫംഗ്ഷൻ്റെ പേര്, ഡിസ്പ്ലേ കാർ. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഒരു വാല്യൂ കൊടുക്കണം. അപ്പോൾ നൾ വാല്യൂ ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് പാസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? കാർ എന്നുള്ള ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണമല്ലോ അല്ലേ, അപ്പോഴല്ലേ നമുക്ക് ആ ഒബ്ജക്റ്റ് പാസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കാർ സി ഈസ് ഈക്വൽ ടു ന്യൂ കാർ. ഓക്കെ, ഈ സീനെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ അകത്തേക്ക് പാസ് ചെയ്യാം. ഓക്കെ, ഇനി അതല്ല വേറൊരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് തന്നെ എന്ത് ചെയ്യാം? ന്യൂ കാർ എന്ന് പറഞ്ഞാൽ കൊടുക്കാം. ഓക്കെ, അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മൾ ചെയ്യുള്ളൂ. ന്യൂ കാർ എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ പുതിയ കാർ ക്രിയേറ്റ് ചെയ്ത്, അപ്പോൾ അവിടെ ആ ക്രിയേറ്റ് ചെയ്ത ഒബ്ജക്റ്റിന് എന്ത് ചെയ്യും? പേര് നമ്മൾ ഇടുന്നില്ല, അത് നേരെയാണ് പാസ് ചെയ്തിട്ട് ഇവിടെ കൊടുക്കും. ഓക്കെ, അത് നമ്മൾ ബഫേർഡ് റീഡറിൻ്റെ എക്സാമ്പിളൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ. ബഫേർഡ് റീഡർ, ന്യൂ ബഫേർഡ് റീഡർ
അപ്പോൾ അതിലൊക്കെ നമ്മൾ ഇങ്ങനെ കൊടുക്കാറുണ്ട്. ബഫർ റീഡർ br is equal to new buffer reader new input stream reader അല്ലേ, അങ്ങനെ കൊടുത്തിരുന്നു നമ്മൾ. ന്യൂ ഇൻപുട്ട് സ്ട്രീം റീഡർ അവിടെ സിസ്റ്റം ഡോട്ട് ഇൻ അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്തത്, ഇവിടെ ഈ ബഫേർഡ് റീഡർ എന്നുള്ള ഒബ്ജക്റ്റ് നമ്മൾ എന്ത് ചെയ്യാണ്, ക്ലാസ്സിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അതാണ് br അല്ലേ. അപ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് കൺസ്ട്രക്ടർ ഉണ്ടല്ലോ, കൺസ്ട്രക്ടർ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ആ കൺസ്ട്രക്ടറിൻ്റെ അകത്തേക്ക് നമ്മൾ പാസ് ചെയ്യണം. എന്താ പാസ് ചെയ്യുന്നത്, വേറൊരു ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റാണ് പാസ് ചെയ്യുന്നത് അല്ലേ. ഏത് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ്, ന്യൂ ഇൻപുട്ട് സ്ട്രീം റീഡർ എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റാണ്. നമുക്ക് വേണമെങ്കിൽ ന്യൂ ഇൻപുട്ട് സ്ട്രീം റീഡർ ഈക്വൽ ടു ന്യൂ ഇൻപുട്ട് സ്ട്രീം റീഡർ എന്ന് പറഞ്ഞിട്ട് ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ട് അതിനെ പാസ് ചെയ്യാം. അതിന് പകരം നമുക്കത് ആ ഒരു പേരിൻ്റെ ആവശ്യം നമുക്കില്ല. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്തു, ന്യൂ എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ എന്ത് ചെയ്തു, അടുത്ത ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ അകത്തേക്ക് നമ്മൾ സിസ്റ്റം കൺസോളിൽ നിന്നാണ് ഇൻപുട്ട് റീഡ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്തു, കൊടുത്തു അല്ലേ. br നിങ്ങൾക്ക് അറിയാലോ അല്ലേ, br ഡോട്ട് നമുക്ക് എന്ത് ചെയ്യാം, റീഡ് അല്ലെങ്കിൽ br ഡോട്ട് റീഡ് ലൈൻ നമുക്ക് എന്ത് ചെയ്യാം, കോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, സ്ട്രീം str ഈസ് ഈക്വൽ ടു ഓക്കെ, എക്സെപ്ഷന് സാധ്യത ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം, കാരണം റീഡ് ചെയ്യണമല്ലോ, ത്രോസ് എക്സെപ്ഷൻ എന്ന് കൊടുക്കാം. ഓക്കെ, ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇവിടുന്ന് വാല്യൂ റീഡ് ചെയ്യും നമുക്കിവിടെ. ഓക്കെ, നമുക്കിത് പരിചയപ്പെടുത്താൻ അതിൻ്റെ ആവശ്യമില്ല, പക്ഷേ അതിൻ്റെ ഒരു എക്സാമ്പിൾ കാണിക്കാം നമ്മൾ എവിടെയാണത് യൂസ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ഒബ്ജക്റ്റുകളെ നമ്മൾ പാരാമീറ്ററായിട്ട് പാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം റീഡ് വാല്യൂ ഈസ് ഈക്വൽ ടു str. ഇനി ഈ ഫയൽ നമ്മൾ റൺ ചെയ്താൽ ഓക്കെ, കാർ ഹാസ് സ്റ്റാർട്ടഡ് വെൽക്കം. ഓക്കെ, ഇനി നമ്മൾ മെസ്സേജിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. റീഡ് വാല്യൂ ഈസ് astf എക്സെട്ര. അതായത് ഇവിടുന്ന് വാല്യൂ തൊട്ട് മുന്നേ വാല്യൂ റീഡ് ചെയ്തു, അതവിടെ പ്രിന്റ് ചെയ്ത് കാണിക്കുകയും ചെയ്തു. ഓക്കെ, ഇവിടുന്ന് റീഡ് ചെയ്ത് ഇവിടുന്ന് കാണിച്ചു. അതാണ് ന്യൂ ബഫർ റീഡറിൻ്റെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞത്. അപ്പം അവിടെയൊക്കെ ചെയ്യുന്നത് എന്താണ്, നമ്മുടെ പാരാമീറ്റർ എന്ത് ചെയ്യണം, ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ട് അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പാസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകൂടി ജസ്റ്റ് പറയാം, ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യാം, പാരാമീറ്ററായിട്ട് ഫംഗ്ഷൻ്റെ അകത്തേക്ക് പാസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്നുമില്ല, അതിൻ്റെ ടൈപ്പ് നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ സാമ്പിൾ എന്നുള്ള ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ആയതുകൊണ്ട് നമ്മളിവിടെ സാമ്പിൾ എന്ന് കൊടുത്തു. ഇതിൻ്റെ ടൈപ്പ് അല്ലേ, ഇൻറ്റ് ഫ്ലോട്ട് എന്ന് കൊടുക്കുന്ന പോലെ. അപ്പോൾ റിട്ടേൺ ടൈപ്പ് റിട്ടേൺ ചെയ്ത് പോകുമ്പോൾ എന്ത് ചെയ്യും, അതിന് റിട്ടേൺ ടൈപ്പ് കൊടുത്തു. ഓക്കെ, ഇവിടെ അതുപോലെ തന്നെ കാർ എന്നുള്ള ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റാണ് നമ്മൾ ഇവിടെ ഇതിൻ്റെ അകത്തേക്ക് പാസ് ചെയ്തത്, തിരിച്ചു കൊടുത്തത്. അവിടെ രണ്ട് നമ്മൾ എന്ത് ചെയ്തു, കാർ എന്നുള്ള ടൈപ്പാണ് കൊടുത്തത്. ഇൻറ്റ് ഫ്ലോട്ട് എന്ന് കൊടുക്കുന്നതിൻ്റെ പകരം കാർ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് പാരാമീറ്ററുകളെ ആയിട്ട് എന്ത് ചെയ്യുക, ഒബ്ജക്റ്റുകൾ പാസ് ചെയ്യാം ഫംഗ്ഷനിലേക്ക് എന്നുള്ളതിൻ്റെ എക്സാമ്പിൾ. ഓക്കെ, അതിൻ്റെ നോട്ട്സ് നിങ്ങൾ എഴുതിയെടുക്കണം. ഫൈൻ, എന്നാലും നിങ്ങൾക്കത് യൂസ്ഫുൾ ആവുള്ളൂ കേട്ടോ. നിങ്ങളത് ചെയ്ത് നോക്കും വേണേ, ജസ്റ്റ് നമ്മൾ വെറുതെ കേട്ട് പോയിട്ട് കാര്യമില്ല, ചെറുതായിട്ടെങ്കിലും ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്കിത് ഇൻ ഫ്യൂച്ചറും ഇത് ഉപകാരപ്പെടുള്ളൂ. ഓക്കെ, അതൊക്കെ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ നിങ്ങൾ പ്രോഗ്രാമിംഗ് ചെയ്യണമെങ്കിൽ ആവശ്യം വരുന്നതാണ്. നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസ് ആണല്ലോ, അപ്പോൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, നിങ്ങളത് ടൈം എടുത്തിട്ട് ചെയ്ത് നോക്കണം. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് ടൈം കിട്ടുന്നുണ്ടല്ലോ കേട്ടോ. ഓക്കെ, എന്നിട്ട് നിങ്ങളുടെ നോട്ട് അതിൽ സബ്മിറ്റ് ചെയ്യണം. ഫൈൻ, അതായിരുന്നു റിട്ടേണിങ് ഒബ്ജക്റ്റ്. ഇനി റിക്കേഷൻ എന്താ നിങ്ങൾക്ക് അറിയാലോ അല്ലേ. റിക്കേഷൻ എന്ന് പറഞ്ഞാൽ കോളിംഗ് എ ഫംഗ്ഷൻ വിത്തിൻ ഇറ്റ് സെൽഫ്. ഒരു ഫംഗ്ഷന് അതേ ഫംഗ്ഷൻ്റെ അകത്തുനിന്ന് വീണ്ടും വീണ്ടും കോൾ ചെയ്യുന്നത് നമ്മൾ എന്ത് പറയാം, റിക്കേഷൻ എന്ന് പറയാം. സേ ഫോർ എക്സാമ്പിൾ നമ്മൾ നോർമലി ഫാക്ടോറിയൽ കാണാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യാറുണ്ട് അല്ലേ. നമുക്ക് വേണമെങ്കിൽ ഈ മെയിൻ്റെ അകത്ത് തന്നെ എഴുതാം, അല്ലെങ്കിൽ വേറെ ഓക്കെ ഒബ്ജക്റ്റ് ആയിട്ട് തന്നെ എഴുതാം. ഇപ്പോൾ ഇവിടെ ഫാക്ടോറിയൽ പബ്ലിക് ഇൻറ്റ് ഫാക്ടോറിയൽ എന്നാണ് ഫംഗ്ഷൻ്റെ പേര്. ഓക്കെ, ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യണം അല്ലെ, എന്തെങ്കിലും കാര്യം റിട്ടേൺ ചെയ്യണം. എന്താ റിട്ടേൺ ചെയ്യാം, നമ്മൾ നോക്കാം. നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കൊടുക്കുന്ന വാല്യൂ ഇൻറ്റ് സേ n. ഓക്കെ, ഇഫ്
if n equal to 0 return 1. return 1. അതായത് നമുക്ക് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മൾ 5 എന്നുള്ള വാല്യൂ എടുത്താൽ 5 into 4 into 3 into 2 into 1 എക്സെട്ര വരണം. 0 എത്തിക്കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യണം. പിന്നെ മൾട്ടിപ്ലൈ ചെയ്യാൻ പാടില്ല, റിട്ടേൺ ചെയ്ത് വരണം. അപ്പോൾ ഇഫ് എന്നിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ എന്ത് ചെയ്യണം? റിട്ടേൺ 1. ഓക്കെ, അതല്ലെങ്കിൽ എന്ത് ചെയ്യണം? എന്താ റിട്ടേൺ ചെയ്യേണ്ടത്? n into factorial of n minus 1 ഇതാണ് റിട്ടേൺ ചെയ്യേണ്ടത്. അതായത് 5 ആണെങ്കിൽ 5 into factorial of 4 അല്ല, factorial of 4 എന്ന് പറഞ്ഞാൽ വീണ്ടും ഫംഗ്ഷനാണ്. അപ്പം എന്ത് ചെയ്യും? വീണ്ടും ഈ ഫംഗ്ഷനെ തന്നെ കോൾ ചെയ്യും. അപ്പോൾ ഇവിടെ എന്നിൻ്റെ വാല്യൂ 4 ആവും. അപ്പോൾ ഒരു പുതിയ ഫംഗ്ഷൻ വരും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് വരിക. നമ്മളിവിടെ ചെയ്തെന്താ, ഇങ്ങനെ എടുത്തു. ഓക്കെ ഓക്കെ അപ്പം ഇനീഷ്യലി വാല്യൂ ഇവിടേക്ക് വരുന്ന വാല്യൂ നമ്മളൊരു ബോക്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, എന്നിൻ്റെ വാല്യൂ എന്ത് വരും? നമുക്ക് പാസ് ചെയ്യുന്ന വാല്യൂ 5 ആണ് അല്ലേ. എക്സാമ്പിൾ 5 കൊടുക്കുകയാണ്. ഓക്കെ, 5 എന്നിൻ്റെ വാല്യൂ 5 ആണ്. അപ്പോൾ ഇവിടെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്നിൻ്റെ വാല്യൂ 0 ആണോ നോക്കി, അല്ല. അപ്പോൾ അല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്തു? നെക്സ്റ്റിലേക്ക് പോയി അല്ലേ. 1 second. ഓക്കെ, നമുക്കിവിടെ ഓക്കെ ഇങ്ങനെ വരുന്നത്. അപ്പം എന്നിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ 1 റിട്ടേൺ ചെയ്യും. അതല്ല എൽസ് അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഈ കാര്യം ചെയ്യണം, n into factorial of n minus 1 ചെയ്യണം. അപ്പോൾ എന്താ ചെയ്യുക? 5 into factorial of 4 എന്ന് വരും. അപ്പം 5 into അല്ലേ, എന്താ പറഞ്ഞത്? ഫാക്ടോറിയൽ ഓഫ് 4 എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ അവിടെ ഫാക്ടോറിയൽ ഓഫ് 4 എന്ന് പറഞ്ഞാൽ വീണ്ടും ഇതേ ഫംഗ്ഷനെ കോൾ ചെയ്യണം. അപ്പോൾ വീണ്ടും ഒരു പുതിയ ഫംഗ്ഷൻ അവിടെ ജനറേറ്റ് ചെയ്തു അല്ലേ. ഇവിടുന്ന് ജനറേറ്റ് ചെയ്തു, ഇവിടുന്ന് ജനറേറ്റ് ചെയ്തു. റെഡി. ഇനി അവിടേക്ക് പാസ് ചെയ്യുന്ന എന്നിൻ്റെ വാല്യൂ എന്താ? 4 ആണല്ലേ. അപ്പോൾ നമ്മൾക്ക് n equal to 4 എന്ന് വന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണ് എന്നിൻ്റെ വാല്യൂ 0 ആണോ, അല്ല. 0 ആണെങ്കിൽ റിട്ടേൺ 1 ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യണം. അതല്ല, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? വീണ്ടും റിട്ടേൺ ചെയ്യാൻ പറയുന്നത് എന്താണ്? n into factorial of n minus 1. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എന്താ ആൾക്ക്? 4 into factorial of 4 minus 1 എത്ര? 3 ആണ് അല്ലേ. ഇവിടെ നമ്മൾ n minus 1 ആണ് കൊടുത്തിട്ടുള്ളത്, 3. ഓക്കെ, അപ്പോൾ ഇവിടെ 3 ആണ്. അപ്പോൾ വീണ്ടും ഇവിടുന്ന് എന്ത് ചെയ്യാണ്? അടുത്തൊരു ഫംഗ്ഷൻ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്യാണ്. അപ്പോൾ അടുത്ത ഫംഗ്ഷൻ വീണ്ടും കോൾ ചെയ്ത് ഇതേ ഫംഗ്ഷൻ തന്നെയാണ്, പക്ഷേ അതിന് ഡിഫറെൻറ്റ് ലൈഫാണ്. അപ്പോൾ n equal to 4, n equal to 3, n equal to 2, n equal to 1. ഇവിടെ n equal to 0 എത്തിക്കഴിഞ്ഞാൽ അവിടെ ഈ ഒരു കാര്യത്തിലേക്ക് എത്തിയില്ലേ, ഇവിടെ എത്തി. n equal to 0. അപ്പോൾ ഇനി മുന്നോട്ട് വീണ്ടും ഇന്നർ ഫംഗ്ഷനെ കോൾ ചെയ്യേണ്ടതില്ല. ഇനി അവിടെ നിന്ന് എന്ത് ചെയ്യാം? നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. റിട്ടേൺ 1 ഇവിടെ റിട്ടേൺ ചെയ്ത് വരും. റിട്ടേൺ ചെയ്ത് വരുമ്പോൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരലാണ്. റിട്ടേൺ പാത്ത് ആക്ടിവേറ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങോട്ട് തിരിച്ചു വരും, ഇങ്ങോട്ട് തിരിച്ചു വരും, ഇങ്ങോട്ട് തിരിച്ചു വരും, ഇങ്ങോട്ട് തിരിച്ചു വരും, ഇങ്ങോട്ട് തിരിച്ചു വരും. ലാസ്റ്റ് ആരാണോ ഫംഗ്ഷൻ കോൾ ചെയ്തത്, ഈ ഫാക്ടോറിയൽ ഫംഗ്ഷൻ ആരാണോ കോൾ ചെയ്തത്, മെയിൻ ഫംഗ്ഷൻ ആണല്ലേ, അങ്ങോട്ടേക്ക് എന്ത് ചെയ്യും? തിരിച്ചു പോകും. അപ്പോൾ ആ ടോട്ടൽ വാല്യൂ അവിടെ എന്ത് ചെയ്യും? പ്രിൻ്റ് ആയിട്ട് വരും. അങ്ങനെയാണ് വർക്കിംഗ് അല്ലേ. നമുക്കിവിടെ വേണമെങ്കിൽ എൽസ് കൊടുക്കാം, എൽസ് കൊടുക്കാതിരിക്കാം. ഓക്കെ, രണ്ടും സെയിം എഫക്റ്റ് ആണ്. കാരണം എൻ്റെ വാല്യൂ 0 ആണെങ്കിൽ റിട്ടേൺ 1 ചെയ്യും. അതല്ലെങ്കിൽ എന്ത് ചെയ്യും? നേരെ അടുത്ത ലൈനിലേക്ക് പോകും. ഓക്കെ, ഇനി ഫംഗ്ഷൻ നമുക്ക് കോൾ ചെയ്യണമെങ്കിൽ ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കണം. സാമ്പിൾ o is equal to new sample. ഓക്കെ, o dot factorial of 5 എന്ന് കൊടുക്കാം. ഓക്കെ, ഇത് നമുക്ക് ഇവിടെ തന്നെ വേണമെങ്കിൽ പ്രിന്റ് ചെയ്യാം. സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് റിസൾട്ട് ഈസ് ഈസ് o dot factorial of 5. ഇതാണ് റിക്കേഷൻ്റെ ബേസിക് വർക്കിംഗ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതേ ഫംഗ്ഷനെ വിത്തിൻ ഫംഗ്ഷൻ ഇറ്റ് സെൽഫ് കോൾ ചെയ്യും. ഓക്കെ, അതിൻ്റെ ഒരു ഫിഗർ മനസ്സിലാക്കി വെച്ചാൽ മതി. റിസൾട്ട് ഈസ് 120. ഓക്കെ,
നമുക്ക് വേണമെങ്കിൽ വാല്യൂ വേറെ വാല്യൂ കൊടുക്കാം 8. റിസൾട്ട് ഈസ് 40320. ഓക്കെ, അപ്പം ഈ രൂപത്തിലാണ് ആര് വർക്ക് ചെയ്യുക, നമ്മുടെ ഫാക്ടോറിയൽ അതല്ലെങ്കിൽ റിക്കേഷൻ വർക്ക് ചെയ്യുക. ഓക്കെ, ഇത് ടെയിൽ റിക്കേഷൻ ആണ്, അല്ലെങ്കിൽ ചില കേസിൽ നമുക്ക് ഹെഡ് റിക്കേഷൻ. അപ്പം ഇത് ഫംഗ്ഷൻ്റെ അവസാനം വരുന്നതുകൊണ്ട് നമ്മൾ ടെയിൽ റിക്കേഷൻ പറയുന്നത്, അവസാനത്തിൽ വീണ്ടും വീണ്ടും കോൾ ചെയ്യപ്പെടുന്നതുകൊണ്ടാണ്. എന്നാൽ ഫംഗ്ഷൻ്റെ ആദ്യത്തിൽ വീണ്ടും വീണ്ടും കോൾ ചെയ്യപ്പെടുകയാണെങ്കിൽ അതിനെ ഹെഡ് റിക്കേഷൻ നമുക്ക് പറയാം. ഓക്കെ, ആണ് റിക്കേഷൻ. ഇനി ആക്സസ് കൺട്രോൾ. ഓക്കെ, ആക്സസ് കൺട്രോൾ നമുക്ക് പബ്ലിക്, പ്രൈവറ്റ്, പ്രൊട്ടക്റ്റഡ്, ഡിഫാൾട്ട് എന്നുള്ളതാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ സിമ്പിൾ കാര്യമാണ്. ഓക്കെ, അതിനൊരു ടേബിൾ ഉണ്ട്, അത് മറ്റു നോട്ട്സിലുണ്ട്, അത് നിങ്ങളൊന്ന് നോക്കുക കേട്ടോ. അതിൽ ബൈ ഡിഫാൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്നും കൊടുത്തില്ല എന്ന് വിചാരിക്കുക. ഓക്കെ, ആക്സസ് മോഡിഫയർ എന്ന് പറഞ്ഞാൽ ഇയാളാണ് കേട്ടോ. നമ്മൾ പബ്ലിക്, പ്രൈവറ്റ് കൊടുത്തില്ല. ഇപ്പോൾ ഇവിടെ ബൈ ഡിഫാൾട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇൻറ്റ് വൈ ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, ഡിഫാൾട്ടാണ് ആളുടെ ആക്സസിബിലിറ്റി. ഓക്കെ, അപ്പം വിത്തിൻ ദി പാക്കേജ്, ഓക്കെ, നോ മോഡിഫയേഴ്സ് ആർ റിക്വയർഡ്. അതാണ് ഡിഫാൾട്ട് ആക്സസ് മോഡിഫയർ. അതായത് ഇവിടെ ഒന്നും കൊടുത്തിട്ട് പബ്ലിക്കും പ്രൈവറ്റും ഒന്നും കൊടുത്തിട്ടില്ല. ഇനി ഇവിടെ പബ്ലിക് കൊടുത്ത് വിചാരിക്കുക. പബ്ലിക് കൊടുത്താൽ ആൾ ഗ്ലോബലി ആളെ കിട്ടും, എവിടെ നിന്ന് വിളിച്ചാലും കിട്ടും. ഓക്കെ, അപ്പം ഇതാണ് അതിൻ്റെ സാമ്പിൾ. ഓക്കെ, ഒന്നുമില്ല, നമ്മൾ സ്ട്രിംഗ് വേർഷൻ ഈക്വൽ ടു 1.5.1, അതായത് ഈ വേരിയബിൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഡിക്ലെയർ ചെയ്തു അല്ലേ. അതിന് നമ്മൾ പ്രത്യേകിച്ച് പബ്ലിക്കും പ്രൈവറ്റും ഒന്നും കൊടുത്തില്ല. അപ്പോൾ ആളെന്താണ്, ഡിഫാൾട്ട് ആക്സസ് ആണ്. ഓക്കെ, it is available to any other class in same package. Okay, the fields in interface are implicitly public, static, final, and the method in the interface are by default public. അത് ഇന്റർഫേസിന്റെ ഒരു ഏരിയ എത്തുന്ന സമയത്ത് നമുക്ക് പറയാം. ഫൈൻ. ഇനി പ്രൈവറ്റ് ആണെങ്കിൽ അതിന്റെ പ്രത്യേകത, ആള് വളരെ കോൺഫിഡൻഷ്യൽ ആണ്. ആളെന്ത് ചെയ്യില്ല, ആ ക്ലാസ്സിൻ്റെ അകത്ത് മാത്രമേ എന്തുള്ളൂ ആളെ കിട്ടുള്ളൂ. ഓക്കെ, ഇനി അപ്പോൾ അതിന് നമ്മൾ പ്രൈവറ്റ് എന്നുള്ളത് യൂസ് ചെയ്യും. ഓക്കെ, പ്രൈവറ്റ് എന്ന് നമുക്ക് ഫംഗ്ഷനെ യൂസ് ചെയ്യാം, നമ്മുടെ വേരിയബിൾസിനെ യൂസ് ചെയ്യാം. ഓക്കെ, പ്രൈവറ്റ് എന്ന് യൂസ് ചെയ്യാം. സിമിലർലി പബ്ലിക് ആണെങ്കിൽ അതിന് ഇറ്റ് ഈസ് ആക്സസിബിൾ ഇൻ ഡിഫറെൻറ്റ് പാക്കേജ്. ഓക്കെ, ഓർ എനിവർ ഇൻ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് എക്സെട്ര നമുക്ക് വരാം. പ്രൊട്ടക്റ്റഡ് എന്നുള്ളത് വരുന്നത് ആ ക്ലാസ്സിൻ്റെ അകത്തും അതുപോലെ അത് ഇൻഹെറിറ്റ് ചെയ്യപ്പെട്ട ക്ലാസ്സിൻ്റെ അകത്തും മാത്രമേ കിട്ടുള്ളൂ. ഇൻഹെറിറ്റൻസ് പറയുന്ന സമയത്ത് അത് പറയാം. ഓക്കെ, അത്രയാണ് അതിൻ്റെ മോഡിഫയേഴ്സ് ഉള്ളത്. ഓക്കെ, മോഡിഫയേഴ്സ് ഇത്രേ ഉള്ളൂ. പ്രൊട്ടക്റ്റഡ് എന്ന് കൊടുത്താൽ എന്തായി, ഈ വേരിയബിൾ പ്രൊട്ടക്റ്റഡ് ആയി. ഓക്കെ, അപ്പോൾ ഇതിലും ഇൻഹെറിറ്റ് ചെയ്യപ്പെടുന്ന ക്ലാസ്സിൽ മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, പ്രൈവറ്റ് എന്ന് പറഞ്ഞാൽ എന്തായി, പ്രൈവറ്റ് ആയി, അത് ഈ ഒരു ക്ലാസ്സിൻ്റെ അകത്ത് മാത്രമേ ലഭിക്കുള്ളൂ. ഡിഫാൾട്ട് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, പാക്കേജിൻ്റെ അകത്തിട്ട്, പാക്കേജ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. ഇപ്പോൾ ഈ ഒരു പാക്കേജ് സാമ്പിൾ 3 എന്ന് പറഞ്ഞ പാക്കേജിൻ്റെ അകത്ത് ഇത്രയും ഫയൽസ് ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിലൂടെ നോക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ഈ പാക്കേജിൻ്റെ അകത്ത് എവിടെയും കിട്ടുമെന്ന് പറഞ്ഞാൽ ഈ ഫയൽസിൻ്റെ അകത്ത് എവിടെയും കിട്ടുന്നതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഓക്കെ, അതാണ് ആക്സസ് മോഡിഫയേഴ്സ്. ഓക്കെ, നിങ്ങൾക്കത് കിട്ടുന്നുണ്ടോ ഇല്ല എന്നൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൽ മതി, വേറെ ഒരു ജസ്റ്റ് അവിടെ വാല്യൂ പ്രിന്റ് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, വൈ. ഓക്കെ, നിങ്ങൾക്ക് കിട്ടും. അതായത് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, സാമ്പിൾ s equal to new sample. ഓക്കെ, ഇനി s dot y. ഓക്കെ, ഇനി ആക്സസിബിൾ അല്ലെങ്കിൽ എന്ത് ചെയ്യും, അവിടെ എററായിട്ട് കാണിക്കും. ഓക്കെ, നമ്മൾ വാല്യൂ കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് 0 എന്ന് കാണിക്കുന്നത്. ഇനി വാല്യൂ കൊടുത്തിരുന്നെങ്കിൽ വാല്യൂ കാണിക്കും. s dot y is equal to, റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ റിസൾട്ട് കാണാൻ പറ്റും, 100 എന്ന് കാണാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ് ഇസ് അബൌട്ട് ആക്സസ് മോഡിഫയേഴ്സ്. ഇനി സ്റ്റാറ്റിക് മെമ്പേഴ്സ് എന്താ, നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അല്ലെ. സ്റ്റാറ്റിക് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അയാൾ എന്ത് കിട്ടും, അയാളുടെ ലൈഫ് ടൈം ഫുള്ള്, പ്രോഗ്രാമിൻ്റെ ലൈഫ് ടൈം വരെ ഫുൾ എന്ത് ചെയ്യുന്നു, അയാൾക്ക് ലൈഫ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇയാളെ നമ്മൾ സ്റ്റാറ്റിക് ആയിട്ട് കൊടുത്തു എന്ന് വിചാരിക്കും.
അപ്പോൾ നമ്മൾ എസ് ഡോട്ട് വൈ എന്ന് കോൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് വൈ തന്നെ കോൾ ചെയ്യാം. ഓക്കെ, ഇവിടെ എററൊന്നും വന്നില്ല കണ്ടോ. ഇനി അതല്ല സ്റ്റാറ്റിക് അല്ലാത്ത ഒബ്ജക്റ്റ് ആണെങ്കിൽ ഇവിടെ എറർ വരും. കാരണം എന്താണ്, നോൺ സ്റ്റാറ്റിക് വേരിയബിൾ ആണ്. അതായത് ആ ക്ലാസ്സിന് ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ട് ആ ഒബ്ജക്റ്റ് വഴി മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇയാളെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഫംഗ്ഷൻ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഓക്കെ, പബ്ലിക് സ്റ്റാറ്റിക് void set display ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തില്ല, പ്രശ്നമില്ല. ഇയാൾ എന്ത് ചെയ്യാം, ഇവിടുന്ന് കോൾ ചെയ്യാം. ഡിസ്പ്ലേ എന്നുള്ള ഫംഗ്ഷൻ നമുക്ക് ഡിസ്പ്ലേ എന്നുള്ള ഫംഗ്ഷനെ കോൾ ചെയ്യാം. നേരെ മറിച്ച് സ്റ്റാറ്റിക് ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കോൾ ചെയ്യാൻ പറ്റില്ല. ഈ ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ട് ഒബ്ജക്റ്റിൻ്റെ അകത്ത് കൂടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കോൾ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഇങ്ങനെ കോൾ ചെയ്യാം, എസ് ഡോട്ട് എന്ന് പറഞ്ഞിട്ട് കോൾ ചെയ്യാം. കാരണം എന്താ വെച്ചാൽ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, ഇയാൾക്ക് ലൈഫ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് സ്റ്റാറ്റിക് മോഡിഫയർ. നമുക്ക് ചില സമയത്ത് നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് യൂസ് ചെയ്യുമ്പോൾ ചിലതൊക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും. ഇപ്പോൾ നിങ്ങളൊരു ആപ്പൊക്കെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ നമുക്ക് അതിൻ്റെ ലോഗ്ഡ് ഇൻ യൂസറുടെ ഐ ഡിയും കാര്യമൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, അങ്ങനെ സ്റ്റാറ്റിക് ആയിട്ട് എന്ത് ചെയ്യേണ്ടി വരും, എടുത്തേക്കേണ്ടി വരും. അത് ചില ഇമ്പോർട്ടൻറ്റ് ഡാറ്റാസ് ചിലപ്പം സ്ഥിരം യൂസ് ചെയ്യുന്നതൊക്കെ നമുക്ക് അങ്ങനെ എടുത്തേക്കേണ്ടി വരും. ഓക്കെ, വിച്ച് ഷുഡ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദി ഒബ്ജക്റ്റിന് ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് വാല്യൂസ് എടുത്തുവെക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും, ആ വേരിയബിൾസിനെ അല്ലെങ്കിൽ അത് ഫങ്ഷൻസിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അതിനെ ക്രിയേറ്റ് ചെയ്ത് വെക്കും. ഓക്കെ ഓക്കെ ഇനി ഫൈനൽ എന്നുള്ളൊരു സംഭവമുണ്ട്, ഫൈനൽ വേരിയബിൾസ്. ഫൈനൽ എന്നുള്ള വേരിയബിൾ എന്ന് പറഞ്ഞാൽ ആ വേരിയബിൾ നമ്മൾ ഒരു പ്രാവശ്യം ഫൈനൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, സാധാരണ കൊടുക്കും പബ്ലിക് സ്റ്റാറ്റിക് ഫൈനൽ ഇൻറ്റു വൈ ഈക്വൽ ടു 100. ഇനി ഈ വൈൻ്റെ വാല്യൂ എന്ത് ചെയ്യാൻ പോകുന്നില്ല, മാറാൻ പോകുന്നില്ല, അതല്ലെങ്കിൽ മാറ്റാൻ പാടില്ല എന്നുള്ളതിൻ്റെ അർത്ഥം. ഓക്കെ, ഇതിനെ മാറ്റാൻ ശ്രമിച്ചാൽ ഇത് എററായിട്ട് പരിഗണിക്കും. ഓക്കെ, കനോട്ട് അസൈൻ എ വാല്യൂ ടു ഫൈനൽ വേരിയബിൾ. അപ്പോൾ ഒരു വേരിയബിളിന് നമ്മൾ എന്ത് ചെയ്യണം, ഫൈനൽ ആയി കഴിഞ്ഞാൽ ആ വേരിയബിളിന് എന്ത് ചെയ്യാൻ പാടില്ല, പിന്നെ നമുക്ക് മാറ്റാൻ പാടില്ല. ഓക്കെ, നോർമലി നമ്മൾ ചെയ്യുമ്പോൾ അതിനെ സ്റ്റാറ്റിക് മോഡ് ആക്കിയിട്ടാണ് ഫൈനൽ ചെയ്യാം. ഇനി അതല്ലെങ്കിലും അത് ഫൈനൽ y ഈക്വൽ ടു 100 എന്ന് കൊടുത്താൽ എന്തായി, ഇതിനെ ഇനി മാറ്റാൻ പാടില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ആണ് സ്റ്റാറ്റിക് വേരിയബിൾ. ഇനി ഇൻഹെറിറ്റൻസിൻ്റെ കേസിലൊക്കെ നമുക്ക് ഒരു ക്ലാസ്സിനൊക്കെ ഫൈനലാക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ റൂളിങ്സ് വേറെയാണ് വരിക. ഓക്കെ, അതാണ് ഫൈനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഫൈനലായിട്ട് ഒരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്താൽ ആ വേരിയബിളിനെ മാറ്റാൻ പറ്റില്ല. അത് മാറ്റപ്പെടാൻ സാധ്യതയുള്ള ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അപ്പം ഫോർ എക്സാമ്പിൾ പൈൻ്റെ വാല്യൂ അല്ലേ, പൈ ഈസ് ഈക്വൽ ടു 3.14 ആണ് അല്ലേ, അതിൽ മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ ആരെങ്കിലുമൊക്കെ ആ വാല്യൂസ് മാറ്റാൻ സാധ്യത ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിന് നമ്മൾ ആൾറെഡി അതിനെ ഫൈനലാക്കി വെക്കും. ആരും അത് അറിയാതെ മാറ്റിപ്പോകാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ. ഓക്കെ, ഇവിടെ എഫും കൂടി കൊടുത്താൽ മതി, അപ്പോൾ എറർ അവിടെ പോകും. ഫ്ലോട്ട് നമ്മൾ ഡയറക്റ്റ് കൊടുക്കുമ്പോൾ കമ്പൈലറിന് ഇഷ്യൂ ഉണ്ട്. അപ്പോൾ എഫ് കൊടുത്താൽ അത് ഫ്ലോട്ടിംഗ് വാല്യൂ ആണെന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് സ്റ്റാറ്റിക് മെമ്പേഴ്സ്, ഫൈനൽ വേരിയബിൾസ്. അതുപോലെ ഇന്നർ ക്ലാസ്സുകളുണ്ട്.